നമസ്കാരം. സാധാരണയായി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേകതയുള്ളത് ആരെങ്കിലും ഒരാൾ എം.എൽ.എയോ എം.പിയോ മന്ത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു കസേരയിൽ നിന്ന് പിടിവിടില്ല. ജീവിത അവസാനം വരെ അഥവാ എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയായാൽ പോലും തെരഞ്ഞെടുപ്പിന് നിൽക്കണമെന്നും മന്ത്രി എം.എൽ.എ എം.പി ഒക്കെ ആവണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഈ പാർട്ടിയിലെ ഭൂരിപക്ഷം പേര്. ഇവരെയൊന്നും തന്നെ നിയന്ത്രിക്കാനും യാതൊരു സംവിധാനങ്ങളും പാർട്ടിയിലില്ല. ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ചെറുപ്പക്കാരെ ആദ്യം പരിഗണിക്കുകയും പിന്നീട് അവിടെ എല്ലാം തന്നെ ഈ 70 വയസ്സ് കഴിഞ്ഞവരെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും കോൺഗ്രസ്സിൽ ഉണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസിലെ പലരും പരാതിയായി മാധ്യമപ്രവർത്തകരോടൊക്കെ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ എം.എൽ.എ എം.പിയുമായി 40 വർഷമോ 50 വർഷമൊക്കെ ആഘോഷിക്കുമ്പോൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. മറ്റുള്ള പാർട്ടികളിലൊന്നും തന്നെ ഈ സംവിധാനമല്ല ഉള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ തന്നെ 2 തവണ മാത്രമേ തുടർച്ചയായി ഒരാൾക്ക് ജയിച്ച് ആ പദവി ജയിക്കാൻ കഴിയുകയുള്ളൂ. 3-ാം തവണ മാറി നിൽക്കേണ്ടി വരും. പിന്നെ വേണമെങ്കിൽ ഒരു ഇളയ്ക്ക് ശേഷം മാത്രമേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാലും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ എം.എൽ.എ മുൻ മന്ത്രിയുമായ കെ ബാബു ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് താൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് തന്നെയാണ്. അദ്ദേഹം 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രം പരാജയപ്പെടുകയും ചെയ്ത ആളാണ്. തൃപ്പൂണിത്തുറ പോലെയുള്ള CPM-ൻ്റെ കുത്തകയായിരുന്നു. അതായത് ടി.കെ. രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ മത്സരിച്ചിരുന്ന തൃപ്പൂണിത്തുറ മണ്ഡലം 91-ൽ തിരികെ പിടിച്ചുവെന്ന് മാത്രമല്ല, തുടർച്ചയായി അദ്ദേഹം നിരവധി തവണ അവിടെ നിന്ന് 5 തവണ വിജയിക്കും. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു തവണ കൂടി എം.എൽ.എ ആവുകയും ചെയ്തു. 2015 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയുമായിരുന്നു. ഏതായാലും കോൺഗ്രസ്സിൽ ഇതൊരു വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ് ഒരാൾ പരസ്യമായി ഞാനിനി മത്സരിക്കില്ല എന്ന് പറയുന്നത്. കെ ബാബുവിന് മുമ്പ് ഇത്തരത്തിൽ ആളുകളെ അത്ഭുതപ്പെടുത്തിയ ഒരു നേതാവ് VM സുധീരനായിരുന്നു. 2004 ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്കുള്ള മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. ശരിക്കും VM സുധീരൻ പരാജയപ്പെട്ടതല്ല എന്നാണ് പറയേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അപരനെ VS സുധീരൻ എന്നൊരാളിനെ അപരനെ CPM നിർത്തിയിരുന്നു. അയാൾ 8000-ലധികം വോട്ട് നേടിയപ്പോൾ VM സുധീരൻ 1000-ലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് എന്ന് പറയുമ്പോൾ അവിടെ പരാജയപ്പെട്ട സുധീരനല്ല എന്ന് പറയേണ്ടി വരും. എങ്കിൽ പോലും VM സുധീരൻ അതോടുകൂടി പാർലമെൻ്ററി രംഗത്ത് നിന്ന് പിന്മാറുകയായിരുന്നു. ഇത്രയും വർഷമായി 22 വർഷം കഴിഞ്ഞിട്ടും ആരൊക്കെ നിർബന്ധിച്ചിട്ടും അദ്ദേഹം പിന്നെ ഒരിക്കലും മത്സരിക്കാൻ തയ്യാറായിട്ടില്ല. VM സുധീരനെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതിന് തൊട്ട് പിന്നാലെ നടക്കുന്ന ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും അദ്ദേഹം സുഖമായി ജയിക്കുമായിരുന്നു. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം, കേന്ദ്രത്തിൽ വലിയ പദവികളൊക്കെ തന്നെ നേടിയെടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിലും സുധീരൻ ആ ഒരു മാതൃക കാണിച്ചു. സുധീരൻ്റെ അതേ പാത തന്നെയാണ് ഇപ്പോൾ കെ ബാബുവും പിന്തുടരുന്നത്. ഇത് ഒരു വളരെ നല്ല കാര്യമായിട്ടാണ് പലരും ഇപ്പോൾ നോക്കിക്കാണുന്നത്. കാര്യം കോൺഗ്രസ്സിലെ തന്നെ യുവാക്കളായ നേതാക്കൾ പലരും ഇക്കാര്യത്തിൽ വളരെയേറെ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സിന് പുറത്താണെങ്കിൽ പോലും കെ ബാബുവിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഏറെ ശ്രദ്ധേയമായി മാറുകയാണ്. കാരണം കോൺഗ്രസ്സിലെ യുവതലമുറയിൽപ്പെട്ടവർക്ക് ഒരു അവസരം ലഭിക്കാൻ പലപ്പോഴും ഈ മുതിർന്ന നേതാക്കന്മാർ അതിന് തടസ്സം നിൽക്കുന്നു എന്നുള്ള പരാതി നിലനിൽക്കുമ്പോഴാണ് കെ ബാബു ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ട വിഷമത്തിൽ നിൽക്കുമ്പോഴും വ്യക്തിപരമായി സന്തോഷം നൽകിയ വിജയങ്ങളിലൊന്നായിരുന്നു തൃപ്പൂണിത്തുറയിൽ ബാബുചേട്ടൻ്റെ വിജയം. സംസ്ഥാനത്ത് ആകെ LDF ജയിച്ച തെരഞ്ഞെടുപ്പിൽ CPM ഏറ്റവും ആഘോഷിക്കുന്ന അവർ സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് കരുതുന്ന സിറ്റിംഗ് MLA കൂടിയായ M സ്വരാജിനെ ബാബുചേട്ടൻ തോൽപ്പിച്ചു എന്നുള്ളതായിരുന്നില്ല എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. 2016-ൽ പരാജയപ്പെട്ട ദിവസം തൊട്ട് 2021 വരെയുള്ള ആ മനുഷ്യൻ്റെ ജീവിതത്തെപ്പറ്റി നല്ല ബോധ്യം എനിക്കുണ്ട്. അത് MLA അല്ലാത്തതിൻ്റെ അധികാര നഷ്ടബോധമല്ല, മറിച്ച് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ് ആ മനുഷ്യനെ ബാധിച്ചത്. ആൾക്കൂട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് ആ ആൾക്കൂട്ടം തന്നെ ഒരു ട്രോമയായി മാറി. ആരെങ്കിലും ഒന്ന് നോക്കിയാൽ അത് താൻ ചെയ്യാത്ത തെറ്റിന് തന്നെ ക്രൂശിക്കുകയാണോ എന്ന് വരെ ആ മനുഷ്യന് തോന്നിയ കാലം. വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ആ മനുഷ്യനെ സജീവമാക്കാൻ ഉമ്മൻചാണ്ടി സാർ ഒരുപാട് പരിശ്രമിച്ചു. ഒടുവിൽ 2021-ൽ ബാബുചേട്ടൻ വീണ്ടും മത്സരത്തിനിറങ്ങിയപ്പോൾ ക്രൂരമായി അദ്ദേഹത്തെ വ്യക്തിപരമായി വേട്ടയാടിയിട്ടും തൃപ്പൂണിത്തുറ പോലെ ഒരു ഇടതുപക്ഷ മണ്ഡലത്തിൽ, ഒരു ഇടത് തരംഗത്തിൽ അവരെന്ന് പ്രസംഗിച്ചതുപോലെ അവരുടെ മെസ്സിയെ തോൽപ്പിച്ച് ബാബുചേട്ടൻ വീണ്ടും നിയമസഭയിലെത്തി. കള്ളൻ ബാബു എന്നും കോഴ ബാബു എന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചതും കുടുംബത്തെയും കൂട്ടുകാരെയും വരെ പൊതുവിചാരണ നടത്തിയും മാധ്യമങ്ങളുടെ താറടിച്ച് നടന്ന CPM അതിനുശേഷം 10 വർഷക്കാലം അധികാരത്തിലിരുന്നിട്ടും അവർ ഉന്നയിച്ച ഒരൊറ്റ ആരോപണം പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതല്ലെങ്കിലും സത്യം മാത്രമല്ലേ ആത്യന്തികമായി വിജയിക്കൂ. ഇന്ന് ബാബുചേട്ടൻ വീണ്ടും അത്ഭുതമാവുകയാണ്. തനിക്ക് വീണ്ടും മത്സരിക്കാനും ജയിക്കാനും ഉറപ്പായും കഴിയുമെന്നിരിക്കെ ഞാനിനി പാർലമെൻ്ററി രംഗത്തേക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് അങ്ങേയറ്റം മാതൃകാപരമാണ്. ജനം പലകൂടെ തോൽപ്പിച്ചാൽ പോലും ഞാനും കൂടി മത്സരിച്ചില്ലെങ്കിൽ ഈ നാട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തെറ്റിദ്ധരിക്കുന്ന പലർക്കും ബാബുചേട്ടൻ ഒരു മാതൃകയാണ്. മരിക്കുന്നത് ബോർഡ് വെച്ച കാറിലാകണമെന്ന് കരുതുന്നവരും ഇത് മാതൃകയാക്കണം. ചെറുപ്പക്കാരും മധ്യവയസ്കരും അവസരം കിട്ടാത്ത ജനകീയരായ മുതിർന്ന ആളുകളും അടക്കം പുതിയ ആളുകൾ വരട്ടെ എന്നത് ഒരു നല്ല ചിന്തയാണ്. ഏറ്റവും അനിവാര്യമായ പാർട്ടി ഫേസായ പ്രധാന നേതാക്കൾ ഒഴികെ മറ്റു പലർക്കും തവണ മാറി നിൽക്കണമെന്ന് ചിന്തിക്കാൻ തൃപ്പൂണിത്തുറയിൽ ഏറ്റവും വലിയ സാധ്യതയുള്ള ബാബുചേട്ടൻ്റെ പിന്മാറ്റം ആവേശം നൽകട്ടെ. ബാബുചേട്ട, നിങ്ങൾ അഴിമതിക്കാരനല്ല, തോറ്റുപോയവനുമല്ല എന്ന് കുറ്റബോധത്തോടെ ഇന്ന് ഈ നാട് പറയുന്നുണ്ട്. നിറയെ സ്നേഹം, അഭിമാനം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യമാണ്. കെ ബാബു മത്സരിക്കുകയാണെങ്കിൽ ഇനി അദ്ദേഹം അവിടെ ജയിക്കുക തന്നെ ചെയ്യും. താൻ ഉറപ്പായും വിജയിക്കും എന്നുള്ള മണ്ഡലത്തിൽ താൻ ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ
കെ ബാബു എന്ന ആ പൊതുപ്രവർത്തകൻ്റെ ആർജവത്തെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. കെ ബാബു ഒരു കാലത്ത് അതിൻ്റെ വിദ്യാർത്ഥി ജീവിത കാലത്തൊക്കെ തന്നെ പ്രഗത്ഭനായ ഒരു ഫുട്ബോൾ കളിക്കാരൻ കൂടിയായിരുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കുക. ഫുട്ബോൾ മത്സരത്തിലൊക്കെ തന്നെ നമുക്കറിയാം, കായിക മേഖലയിലും ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നീട് അവർ അങ്ങോട്ട് മാറി നിന്ന് കോച്ചായും അതല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ തന്നെ പുതിയതായി വളർന്നു വരുന്ന താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത്. കെ ബാബു ഇവിടെ രാഷ്ട്രീയത്തിലും അതുതന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത്. ഏതായാലും കെ ബാബുവിനെ അഭിനന്ദിക്കാതിരിക്കാനും പറ്റുകയില്ല. കോൺഗ്രസ്സിൽ ആരും തന്നെ അഭിനന്ദിച്ചില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയത് തീർത്തും അഭിനന്ദനീയം തന്നെ എന്ന് പറയേണ്ടി വരും.